അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുവാൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് കൃത്യമായി അള്ളാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു തുറവി നൽകുന്നതാണ് എന്ന് മാത്രമല്ല, വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് ബർക്കത്തുണ്ടാകുവാൻ ഒന്നാമത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ്. 2, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാം അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ കാണിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതു ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് വീണ്ടും വർദ്ധിപ്പിച്ചു നൽകും. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന ഗുണങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ ഏറ്റി തരും. 3, കുടുംബബന്ധം ചേർക്കലാണ്. നിസ്സാരമായ പ്രശ്നങ്ങൾ കാരണം തെറ്റി നിൽക്കുന്നവരാണ്. കുടുംബക്കാർ തമ്മിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ കാരണം പിണങ്ങി നിൽക്കുന്ന, വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകളെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഉപജീവനത്തിലെ ബർക്കത്തിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ റിസ്കിൽ വിശാലതയുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്റെ കുടുംബബന്ധം അവൻ കാത്തുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. 4, നമ്മുടെ ഉപജീവന മാർഗത്തിൽ ബർക്കത്ത് വേണോ, സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ സ്വതക്ക നന്നായി വർദ്ധിപ്പിക്കുക എന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നു, ആദം സന്തതികളെ നിങ്ങൾ നന്നായി ചിലവഴിക്കുക, മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുക, എന്നാൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. 5, എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മൾ മുന്നേറുക എന്നതാണ്. അള്ളാഹു ഇബാദത്താക്കിയ എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ മുൻപോട്ട് വന്നാൽ തീർച്ചയായും നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായും നൽകുന്നതോടൊപ്പം തന്നെ അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് എന്നാണ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ സമ്പത്തിലും ഉപജീവന മാർഗത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും വളരെ ഗൗരവപൂർവം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.